ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം ഈ അനുഗ്രഹീതമായ വിശുദ്ധ സഭായോഗത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയ ജോർജ് പാസ്റ്റർ കുടുംബം, അസോസിയേറ്റ് പാസ്റ്റർ രഞ്ജൻ പാസ്റ്റർ കുടുംബം, കടന്നു വന്നിരിക്കുന്ന വളരെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, ഞാൻ വിവാഹം ആശീർവദിച്ച ബിനീഷ് ഉൾപ്പെടെ മാതാവ് ഉൾപ്പെടെ ഇവിടെ ഉണ്ടല്ലോ, അവരെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി പരിചിതമായ മുഖങ്ങളെ കാണുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥിക്കണം. ഞാനിത് രാവിലെ 7ാമത്തെ മെസ്സേജ് പറയാൻ പോവാണ്. ഇനിയും 3 മെസ്സേജുടെ ഉള്ളൂ. അതുകൊണ്ട് ശബ്ദമൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്, അതോ എന്തെങ്കിലും നിരാശയിലിരിക്കുകയാണോ? ഓക്കെ. ഒരപ്പൻ തൻ്റെ മക്കളുടെ മുഖം എപ്പോഴും സന്തോഷിച്ചിരിക്കുന്നത് കാണാനാണ് കൊതിക്കുന്നത്. നമുക്കിവിടെ ഒരു അപ്പനുണ്ട്. അവൻ നമ്മുടെ അപ്പനായത് എന്താണെന്നറിയാമോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ, അപ്പോൾ എന്ന് രക്ഷിക്കപ്പെട്ടോ അന്ന് അവൻ നമ്മുടെ പിതാവായി. ഇപ്പോൾ ഒരു പിതാവ് എപ്പോഴും മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ ഇച്ചിരി ദുഃഖിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങളാരും ദുഃഖിക്കല്ല, അവരെപ്പോഴും നല്ല സന്തോഷത്തിലായിരിക്കണമെന്നാണ്. അതുകൊണ്ട് ആരാധനയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം, അതാ മഹത്വത്തിൽ നിന്ന് വെളിപ്പെടുന്നതാണ്. മോശ പർവ്വതം വിട്ടിറങ്ങി വന്നപ്പോൾ അവൻ്റെ ത്വക്ക് പ്രകാശിച്ചെന്നാണ്. അപ്പം നമ്മുടെ ത്വക്ക് ഈ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ഇന്ന് പകൽ അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സഭാ കർത്താവിൽ വളരെ അനുഗ്രഹമായി മുൻപോട്ട് പോകുന്നതിൽ ഞാനും അതിയായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നാളെ ഞങ്ങൾ മടങ്ങിപ്പോകും. കുടുംബമായിട്ടായിരുന്നു ഈ പ്രാവശ്യം ഞാൻ വന്നത്. 3-ാം തീയതി വൈകിട്ട് മുതൽ ഇന്ന് വരെ ഈ പട്ടണത്തിലായിരിക്കാൻ സഹായിച്ചു. നാളെ ദൈവം അനുവദിച്ചാൽ മടങ്ങിപ്പോകും. നിങ്ങളുടെ പ്രാർത്ഥനകൾ എൻ്റെ ശുശ്രൂഷയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഇതുവരെ സഹോദരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചങ്ങ് താമസിക്കുന്ന വീട്ടിലോട്ട് മടങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ഒരു മോൻ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുഖവരി ഒന്നും പറഞ്ഞ് ഞാൻ സമയം ദൈർഘ്യമാക്കുന്നില്ല. നമുക്കൊരു വാക്യം വായിക്കാം. വേദപുസ്തകം കയ്യിലുള്ള എല്ലാവരും ആ വേദപുസ്തകം തുറന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 18-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 18. മതി. വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യം. ഒരു പ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനോട് ചോദിച്ചു, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം? ഇന്ന് രാവിലെ മറ്റെന്തിനേക്കാൾ നിത്യജീവൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കയിലെ അടിമത്തം നിർത്തലാക്കിയ ആ വലിയ മനുഷ്യൻ, ആ ധനിനായ മനുഷ്യൻ, ഈ മോൻ്റെ പ്രായമുള്ളപ്പോൾ മോനെ അപ്പം തന്നെ ശ്രദ്ധിക്കണേ കേട്ടോ, ഈ മോൻ്റെ പ്രായമുള്ളപ്പോൾ അവൻ്റെ അപ്പൻ കൃഷികൾ ചെയ്ത് ലഭിക്കുന്ന പച്ചക്കറികൾ മാർക്കറ്റിൽ വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരു കാലഘട്ടം.
വൈകിട്ട് തൻ്റെ വയലിൽ വിളഞ്ഞ വസ്തുക്കൾ പറിച്ച് ഈ എബ്രഹാം ലിങ്കൻ എന്ന കൊച്ചു മകൻ്റെ കയ്യിൽ കൊടുത്ത് മാർക്കറ്റിൽ വിട്ട് പറഞ്ഞു, മോനത് കൊണ്ട് വിറ്റിട്ട് ലഭിക്കുന്ന പൈസയ്ക്ക് ഇന്ന സാധനം മേടിച്ചുകൊണ്ട് വരണം, എന്നിട്ട് വേണം വൈകിട്ടത്തെ നമ്മുടെ ആഹാരം ഒരുക്കാൻ എന്ന് പറഞ്ഞ് അയച്ചതാണ്. അവൻ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വലിയൊരാൾക്കൂട്ടം ഈ അടിമപ്പിള്ളാരെ വിൽക്കുകയാണ്. അപ്പോൾ ഒരു ചെറുക്കൻ്റെ വില ഇങ്ങനെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ സെയിം പ്രായം, എബ്രഹാം ലിങ്കൻ്റെ സെയിം പ്രായം. അവന് ആ പച്ചക്കറി വിറ്റ് കിട്ടി വീട്ടിൽ അരി മേടിക്കേണ്ട പൈസ അവൻ്റെ കയ്യിലുണ്ട്. ഈ പയ്യനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്, കാലേലും കയ്യേലും ചങ്ങലക്കിട്ടാണ് അടിമയെ നിർത്തിയേക്കുന്നത്. ഇത് കണ്ട കൊച്ച് 12 വയസ്സുള്ള എബ്രഹാം ലിങ്കൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. അവൻ ആ ലേലത്തിൽ പങ്കെടുത്തു. ഈ കിട്ടിയ പൈസ മൊത്തം കൊടുത്ത് ഈ പയ്യനെ വിലയ്ക്ക് വാങ്ങിയിട്ട് ആ ചങ്ങല അടിച്ചിട്ട് പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാനിവിടെ പോകാനാ, നീ എന്നെ വിലയ്ക്ക് വാങ്ങി ഞാൻ നിൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു കാരണവശാലും നീ എൻ്റെ കൂടെ വരല്ല, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആവശ്യത്തിന് ആളുണ്ട്, അവർക്ക് കഴിക്കാനുള്ള ആഹാരം മേടിക്കാൻ വന്ന പൈസയ്ക്ക് നിന്നെ മേടിച്ച് വീട്ടിൽ ചെന്ന് എന്നോ പറയണമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നീ പൊക്കോ, നീ ഇവിടെ വന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ ബാധ്യതയാകുമെന്ന് പറഞ്ഞു. അപ്പനോട് ചോദിക്കാതെ അമ്മയോട് ചോദിക്കാതെ ഈ കൊച്ചി ചെറുക്കൻ ഈ അടിമച്ചെറുക്കനെ മേടിച്ച് അവൻ പോകത്തില്ല, അവനും എൻ്റെ കൂടെ കൂടി. വീട്ടിൽ വന്ന് അപ്പനോട് ഈ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ അപ്പന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ മകനെ കൂടെ എബ്രഹാം ലിങ്കൻ്റെ വീട്ടിൽ കൂട്ടി. ആ കൊച്ചു ഹൃദയത്തിലുണ്ടായ ആ ചിന്ത അമേരിക്കയുടെ പ്രസിഡൻ്റായപ്പോൾ അവൻ നടപ്പിലാക്കി. അടിമത്തമെന്ന ഭീകരമായ കിരാതത്വമുള്ള അനുഭവത്തെ എബ്രഹാം ലിങ്കൻ എന്ന വലിയ മനുഷ്യൻ ഇല്ലാതെയാക്കിയത് പെട്ടെന്നുണ്ടായ ചിന്തയല്ല, 12 വയസ്സുള്ളപ്പോൾ അവൻ്റെ കൊച്ചു ഹൃദയത്തിൽ കയറിയ ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾക്കകത്ത് അടിമത്തമെന്ന വലിയ കിരാതമായ പ്രവൃത്തി മാറ്റമാക്കിയെങ്കിൽ നമ്മിലും നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ പാവിയുടെ ഒരു നല്ല ചിന്ത, ചിലതിനെങ്കിലും പാപത്തിൻ്റെ അടിമച്ചങ്ങലയിൽ നിന്ന് അഴിച്ചെടുത്ത് പ്രൈസ് ദി ലോർഡ് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുള്ളവരാക്കി മാറ്റാൻ കൊതിക്കുന്ന ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറണം. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ധനാഢ്യനായൊരു മനുഷ്യൻ അവൻ്റെ പണത്തിൻ്റെ വലിപ്പം കൊണ്ട് അവൻ എന്തെല്ലാം പണം കൊടുത്ത് മേടിക്കാമോ അതെല്ലാം പണം കൊടുത്ത് മേടിച്ചു. അന്ന് കാറുണ്ടെങ്കിൽ കാറ്, വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി, വീടുണ്ടെങ്കിൽ വീട്, എല്ലാം അവൻ ഇഷ്ടപ്പെട്ട എല്ലാം അവൻ എന്ത് ചെയ്യാണ്, വില കൊടുത്ത് വാങ്ങിക്കുക. പക്ഷെ പല മാർക്കറ്റിൽ പോയിട്ടും കിട്ടാത്തൊരു സാധനം ഉണ്ടെന്ന് അവന് മനസ്സിലായി. എൻ്റെ പണം കൊണ്ടോ എൻ്റെ സ്വാധീനം കൊണ്ടോ മേടിക്കാൻ കഴിയാത്ത ഒരു വസ്തു, അതിൻ്റെ പേര് നിത്യജീവൻ. അത് കിട്ടുന്നവൻ്റെ അടുക്കൽ അവൻ വന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അടുക്കൽ വന്ന ആ മനുഷ്യൻ ചോദിച്ചു, നല്ല ഗുരു, എനിക്കെന്തു വേണം? പറഞ്ഞേ, നിത്യജീവൻ വേണം. കർത്താവ് അവനോട് ചോദിച്ചു, ഒന്ന് വായിച്ച് കേൾപ്പിക്കും. ആ ആ ആ ആ ആ ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്നവൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഇവൻ സാധാരണക്കാരനല്ല. ദൈവത്തിൻ്റെ 10 കൽപ്പനയ്ക്കകത്തുള്ള പ്രധാനപ്പെട്ട കൽപ്പനകളെല്ലാം ചെറുപ്പം മുതൽ ആചരിക്കുന്ന ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വായിക്കുന്നു. ആ
ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിത്യജീവൻ കിട്ടാൻ ഇനി ഒരു കുറവ് നിനക്ക് ഉണ്ട്. നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്ന്. അടുത്ത വാക്യം നോക്കി. അവനപ്പോ സാധാരണക്കാരൻ, അവൻ എത്രയും ധനവാനാകൊണ്ട്. നമുക്ക് അവൻ അംബാനിന്നോ അദാനിന്നോ ലൂലു സെന്ററിന്റെ മുതലാളിന്നോ ഒക്കെ പേരിടാം, ആരുമാകട്ടെ. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി മടങ്ങിപ്പോയി. എന്തോ മേടിക്കാൻ വന്നതാ? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ എല്ലാവരും, എന്തോ മേടിക്കാൻ വന്നതാ? നിത്യജീവൻ മേടിക്കാൻ വന്നതാ. പക്ഷെ മേടിക്കാൻ വന്നവൻ അതിദുഃഖത്തോടെ മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. നാം ഈ കൃപയിലേക്ക് വന്നത് നിത്യമായ ഒരു ജീവൻ പ്രാപിക്കാനാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ദൈവാത്മാവ് ഇടപെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നിത്യമായ ജീവനാണ്. പിശാചി ലോകത്തിൽ വന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനുമാണ്. യോഹന്നാൻ 10:10. വേഗം വേഗം സഹോദരന്മാരോട് വായിക്കണം, സഹോദരിമാരും വായിച്ചു. വായിക്കുന്നവർ ആരോഗ്യത്തോടെ വായിക്കണം. വചനം വായിക്കുന്നവർക്കും വായിച്ച് കേൾപ്പിക്കുന്നവർക്കും ഒരുപോലെ പ്രതിഫലമുണ്ട്. 3 കാര്യങ്ങൾക്കാണ് കള്ളൻ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രതിയോഗിയായ ഒരാളുണ്ട്. അവന്റെ പേര് പിശാച് എന്നാ വായിച്ചേ? കള്ളൻ. അത് അവന്റെ പേര്. അവിടെ ഉള്ള പാഠ്യം വായിച്ചാൽ മതി. നമുക്കൊരു പ്രതിയോഗിയുണ്ട്, അവന്റെ പേര് കള്ളൻ. എല്ലാവരും പറഞ്ഞേ, കള്ളൻ. അവൻ വരുന്നത് 3 കാര്യങ്ങൾക്കാണ്. എന്തൊക്കെയാ? മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. ഒരു സൂത്രം പറഞ്ഞേ. അവൻ വരുന്നത് നിന്നെ നന്നാക്കാനല്ല, നിന്റെ തലമുറ നന്നാക്കാനല്ല, നിന്റെ കുടുംബത്തെ നന്നാക്കാനല്ല. അവന്റെ ലക്ഷ്യം 1 അറുക്കുക, 2 മോഷ്ടിക്കുക, 3 മുടിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യേശു വന്നു. യേശു എന്തിനാ വന്നത്? നിനക്ക് ജീവൻ ഉണ്ടാകുവാൻ. സ്വതന്ത്രം പറയണം. അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനും പിശാചി നിൽക്കുമ്പോൾ യേശു വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാൻ. സാധാരണ ജീവനല്ല, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ. ഇന്ന് രാവിലെ ആരാധന വെളിപ്പെടണമെങ്കിൽ നിന്റെ അകത്തെ ജീവൻ യേശുവിൽ നിന്ന് പ്രാപിച്ച സമൃദ്ധിയായ ജീവനായിരിക്കണം. അകത്ത് സമൃദ്ധിയായ ജീവനുള്ളവരൊക്കെ ആ കരമൊന്ന് ചേർത്തടിച്ചൊരു നിമിഷം ഹല്ലേലൂയ. എന്താണ് നമുക്ക് ലഭിച്ച ദൈവിക വാഗ്ദത്തം? നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 25-ാം വാക്യം. 1 ജോൺ. നോക്കിയേ, യേശു ക്രിസ്തു വന്നത് നമ്മളെ മറ്റെന്തെങ്കിലും ആക്കാമെന്നല്ല. ഒന്ന് ശ്രദ്ധിക്കണേ. യേശു നമുക്ക് തന്ന വാഗ്ദത്തം കേട്ടില്ല? എല്ലാവരും പറഞ്ഞേ. നിന്നെ കൃപയിലേക്ക് വിളിച്ചത് നിനക്ക് സമൃദ്ധിയായ നിത്യജീവൻ തരാനാ. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുത്തിയിരുന്ന കരുന്ന വാഗ്ദത്തം പ്രാപിക്കാനാ. എല്ലാ വാഗ്ദത്തവും പ്രാപിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കാതെ പോയാലോ? ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. എന്ത്? നിത്യജീവൻ തന്നെ. സ്വതന്ത്രം. യേശു ലോകത്തിലേക്ക് വന്നത് നമുക്ക് നിത്യജീവൻ തരാനാണ്. ഇവിടുത്തെ എല്ലാ ജീവനുകൾക്കും ഒരു കാലപരിധിയുണ്ട്. ഹലോ, 70 ഏറെയായാൽ 80. അങ്ങനെ ഒരു ആയുസ് ദൈവം പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ആയുസ് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം ഒരിക്കൽ മാത്രമേ മനുഷ്യന്റെ ആയുസ് വെട്ടിക്കുറച്ചുള്ളൂ. അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. വെട്ടിക്കുറയ്ക്കാൻ കാരണം മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതെന്നും
അവനെപ്പോഴും ദുഷ്ടത ചെയ്യുന്നെന്നും കണ്ടിട്ട് 969 വയസ്സ് വരെ ഉണ്ടായിരുന്ന മനുഷ്യന്റെ ആയുസ് തമ്പുരാൻ ഒരൊറ്റ വെട്ടി 120 ആക്കി. പ്രൈസ് ദി ലോർഡ്. ആ 120 താഴോട്ട് ദൈവം ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. എന്നാൽ മോശയുടെ കൂടെ പുറപ്പെട്ട ജനം 20 വയസ്സിന് മുകളിൽ എണ്ണപ്പെട്ട ജനം ഒരു 70-നും 80-നും അകത്ത് മൊത്തം 2 പേരൊഴിച്ച് ബാക്കിയെല്ലാം മരുഭൂമി പട്ടുപോയി. ശവമടക്കി ആ മനുഷ്യൻ മടുത്തു. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എണ്ണപ്പെട്ടിറങ്ങിയതിനകത്ത് 2 പേരൊഴിച്ച് ബാക്കി എല്ലാത്തിനെയും മരുഭൂമിയിൽ അടക്കി. ഏറ്റവും ഒടുവിൽ തൻ്റെ സഹോദരനും മരിച്ചു. നാട്ടുകാരെയൊക്കെ അടക്കാൻ നമുക്ക് സന്തോഷമാണെങ്കിലും സഹോദരനെ അടക്കുമ്പോൾ ചില വേദന വരും. പ്രൈസ് ദി ലോർഡ്. സഹോദരനെ അടക്കിയപ്പോൾ പരിസരം മറന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, മനുഷ്യന്റെ ആയുസ് 70. അത് മോശ പറഞ്ഞ, ദൈവം പറഞ്ഞല്ല. മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80. അത് വളരെ കഷ്ടവും പ്രയാസവും നിറഞ്ഞതാണ്. അത് വേഗം തീരുകയും, ബാക്കി നിങ്ങൾ പറ, ബാക്കി പറ, നാം ഇവിടുന്ന് പറന്നു പോവുകയും ചെയ്യും. അതിനകത്ത് 3 കൂട്ടരെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വിവരിക്കാൻ സമയമില്ല. ഒന്ന്, നീ അവരെ ഒഴുക്കിക്കളയുന്നു. അപ്പോൾ ഒഴുകിപ്പോകുന്ന കുറേ ജീവിതമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി തുണ്ടനാസംകൃതം വായിച്ചാൽ മതി. നീ അവരെ ഒഴുക്കിക്കളയുന്നു. എല്ലാവരും പറഞ്ഞേ. അപ്പോൾ ഒഴുകിപ്പോകുന്ന ജീവിതമുണ്ട്. 2, അവർ അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിപ്പോന്നു. അപ്പോൾ ഉണങ്ങിപ്പോകുന്ന ജീവിതമുണ്ട്. എന്നാൽ ഞങ്ങൾ പറന്നു പോകും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഒരു പ്രത്യാശയില്ലെന്ന് ഇരിപ്പുണ്ടായി എനിക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒഴുകിപ്പോകുമെങ്കിൽ സ്തോത്രം പറയല്ലേ. കരിഞ്ഞു പോകുമെങ്കിൽ ഒട്ടും സ്തോത്രം പറയല്ലേ. പറന്നു പോകുമെങ്കിൽ ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. അത് വേഗം തീരുകയും ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോവുകയും ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പറന്നു പോകുന്ന ഉറപ്പുള്ളവരെ കരവൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പറന്നു പോകുന്ന ഒരു ജീവൻ നമ്മുടെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? നിത്യജീവൻ. എങ്ങനെ പ്രാപിക്കാം? അതാ പുസ്തകത്തിലെ താക്കോൽ വാക്യം. നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാമെന്നുള്ളതാണ് പുതിയ നിയമത്തിലെ താക്കോൽ വാക്യം. ഏതാ? യോഹന്നാൻ 3:16. എന്താ വാക്യം? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, എല്ലാരും പറഞ്ഞേ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ഒരല്ലേ പറഞ്ഞേ. അപ്പൊ യേശുവിനെ പിതാവ് നമുക്ക് തന്നത് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാ. ഹല്ലേലൂയ. എങ്ങനെയാണ് നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്? ആ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന. അപ്പൊ പുത്രനെ വിശ്വസിക്കുന്നവൻ എന്തുകൊണ്ട്? രോഗം മാറുമെന്നാണോ? കടഭാരം മാറുമെന്നാണോ? എല്ലാരും ഇവിടെയാണോ? പ്രൈസ് ദി ലോർഡ്. പുത്രനെ വിശ്വസിക്കുന്നവന്റെ സോക്കേട് മാറുമെന്നാണോ? പുത്രനെ വിശ്വസിക്കുന്നവന്റെ ബാധ്യത തീരുമെന്നാണോ? അങ്ങനെയൊന്നുമല്ല എഴുതിയേക്കുന്നത്. പുത്രനെ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ല, അവൻ നിത്യജീവൻ കിട്ടും. ഹല്ലേലൂയ. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ കരകയറ്റി ക്രിസ്തുവാകുന്ന പാറമേ നിർത്തിയേക്കുന്നത് നിനക്ക് നിത്യജീവൻ തരാനാ. പുത്രനെ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ. ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ മാർഗം നിത്യജീവൻ കിട്ടാൻ. ഇവന്റെ ചോദ്യം ഒരു പ്രമാണി, നല്ല ഗുരു, ഞാൻ എങ്ങനെ നിത്യജീവൻ പ്രാപിക്കും? ഒറ്റ ഉത്തരം, പുത്രനെ വിശ്വസിച്ചാൽ നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ആത്മാർത്ഥമായി പറഞ്ഞ്, ഞാൻ ഈ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് ഈ ഉലകത്തിൽ മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് നിത്യജീവൻ കിട്ടുമെന്ന് ഉറപ്പുള്ളവര് കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ തന്നെ 5:39 വായിച്ചേ.
എന്താ വായിച്ചത്? ആ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക്, എല്ലാരും പറഞ്ഞേ തിരുവെഴുത്ത് കയ്യിലുള്ളവരെല്ലാം ഒന്ന് പൊക്കി പിടിച്ചേ, ഒന്ന് കണ്ടോട്ടെ. കൈ ഇച്ചിരി പോയി, ഒരു കുഴപ്പം വരത്തില്ല. ഈ ആത്മീക ജീവിതം നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്? ഈ സഭ നന്നായിട്ട് പോകണമെന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഒരു ചടങ്ങ് ആരാധനയ്ക്കായി നമ്മൾ ഒരിക്കലും വരല്ല. നിങ്ങൾ ആത്മീക കണ്ണുകൊണ്ട് യേശു ഇതിനകത്ത് ഉലാവുന്നത് കാണണം. അറിയാം, യേശു പറഞ്ഞു, നിങ്ങൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ കൃത്യമായി നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം PC ചെറിയാൻ വന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നീ ആ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നിന്റെ ആത്മതലം തുറക്കണം. നിന്റെ ആത്മ മനുഷ്യന് മാത്രമേ അത് കാണാനൊക്കത്തുള്ളൂ. നിന്റെ ജഡക്കണ്ണ് കൊണ്ട് നോക്കിയാൽ നിനക്കൊന്നും കാണാനൊക്കത്തില്ല. ജഡക്കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ ഉറക്കം വരും, വായിക്കോട്ട വരും, കണ്ണടയ്ക്കും, എന്നെ അങ്ങോട്ട് വിളിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ആത്മക്കണ്ണ് തുറന്നാൽ നിനക്ക് പിന്നെ ക്ഷീണം വരത്തില്ല. നീ അറിയാതെ ഒരു തലത്തിലേക്ക് ഉയരപ്പെടും. നിന്നെ നിയന്ത്രിക്കേണ്ടതെല്ലാം യേശുവിൻ്റെ ആത്മാവായിരിക്കണം. നീ ആരാധിക്കുന്നതെല്ലാം യേശുവിനുള്ള സ്നേഹം കൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിനക്ക് ദൈവം തന്നിരിക്കുന്നത് നിത്യജീവന. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കും. ചലിക്കാത്തവൻ ചത്തുപോലിരിക്കും. പക്ഷെ ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കും. ഇന്ന് രാവിലെ ആത്മാവിന്റെ നദി സഭയ്ക്കകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തിരിക്കുന്നവന് ചലനാത്മകമായ ഒരു ദൈവകൃപ വ്യാപരിക്കേണ്ടതിന് അപ്പൊ ഒന്ന്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് എന്തുകൊണ്ട്? നിത്യജീവൻ. 2, ഈ തിരുവെഴുത്തുകളിൽ വിശ്വസിക്കുന്നവൻ എന്തുകൊണ്ട്? അപ്പൊ വചനം വായിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നീ ചെറു ക്ഷീണമാണെങ്കിലും ഒരു വചനം വായിക്കുമ്പോൾ അതിനകത്തുനിന്നൊരു ജീവൻ നിനക്ക് കിട്ടുകയാണ്. കാരണം ഈ വചനം ദൈവമാണ്. ഉൽപ്പത്തി 1:1 ആദി ഈ ഭൂമിയുടെ പുനർസൃഷ്ടിപ്പിന്റെ ആദിയാണ്. എന്നാൽ യോഹന്നാൻ 1:1 ആദി ലോകത്തിന്റെ സൃഷ്ടിക്കൊക്കെ മുമ്പേ വചനം ദൈവമായിരുന്നപ്പോൾ ആദിയിൽ, പ്രൈസ് ദി ലോർഡ്, ആദിയിൽ വചനമുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒന്നാ നിന്റെ കയ്യിരിക്കുന്നേ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. അവൻ ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. അവനിൽ ജീവനുണ്ടായിരുന്നു. അല്ലല്ലേ പറഞ്ഞേ, നിന്റെ കയ്യിരിക്കുന്ന പുസ്തകത്തിൽ വെളിപ്പെട്ട യേശുവിൽ ജീവനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 91 വായിച്ചുകൊണ്ടിരിക്കാതെ, പ്രൈസ് ദി ലോർഡ്, നീ ഓരോ ദിവസവും തിരുവെഴുത്തുകളെ ശോധന ചെയ്യുമെങ്കിൽ ഈ വചനത്തിനകത്ത് നിനക്ക് ജീവനുണ്ട്. 3, 6-ാം അധ്യായം 63-ാം വാക്യം, യോഹന്നാൻ തന്നെ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും. ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ മാംസത്തിനാണ്. സ്തോത്രം. നമ്മളെ കഴിക്കുന്നത്, കുടിക്കുന്നത്, പോളിഷ് ചെയ്യുന്നത്, ലിപ്റ്റിക്ക് പറ്റുന്നത്, ഡൈ ചെയ്യുന്നത്, കാപ്പി കുടിക്കുന്നത്, ആഹാരം കഴിക്കുന്നത് എല്ലാം ആർക്കു വേണ്ടിയാ പറഞ്ഞേ? പക്ഷെ ഈ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ജീവിപ്പിക്കുന്നത് ആത്മാവാകും. യെഹെസ്കേൽ എന്ന പ്രവാചകനെ ദൈവം വിളിച്ചു, മനുഷ്യപുത്ര നീ എൻ്റെ കൂടെ വാ. അവനെ ആത്മാവെടുത്തു. ആത്മാവെടുത്തു കൊണ്ടുപോയി ഒരു താഴ്വരയിൽ നിർത്തി. സ്തോത്രം. ആത്മാവിനത് ചെയ്യാൻ കഴിയും. നമ്മുടെ ധാരണ ആത്മാവ് കൈയടിക്കാൻ മാത്രമുള്ളതെന്നാ.
ആത്മാവ് എടുത്തുകൊണ്ടുപോയി താഴ്വരയിൽ നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഉണങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടം അസ്ഥി കാണും. ഞരമ്പില്ലാത്ത, മാംസമില്ലാത്ത, ത്വക്കില്ലാത്ത, മഞ്ഞയില്ലാത്ത, ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം അസ്ഥികൾ കാണും. ദൈവം ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥി ജീവിക്കുമോ? ഈ അസ്ഥി? അവൻ പറഞ്ഞു, എൻ്റെ പൊന്നു ദൈവമേ, നിനക്കറിയാം. തമ്പുരാൻ പറഞ്ഞു, ഈ അസ്ഥിയോട് നീ ചുറ്റി ചുറ്റി വചനം പ്രസംഗിക്കുക. ഒരു ഹല്ലേലൂയ പറയണം. നിർജീവമായി കിടക്കുന്ന വസ്തു എന്തോ നീ ആത്മാവിൽ അതിനെ ചുറ്റി ചുറ്റി വചനം പ്രസംഗിക്കുക. സ്തോത്രം പറയണം. ഹല്ലേലൂയ. നീ ചുറ്റി ചുറ്റി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിതറിക്കിടക്കുന്ന അസ്ഥിയോട് യോജിച്ചു. വചനം തുടർന്നു. ഉടനെ അതിന് മീതെ ഞരമ്പുകൾ വന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. കാലിന്റെ തുടയ്ക്കുന്ന ഒരു ഞരമ്പ് വലിച്ചെടുത്ത് ഹാർട്ടെ കൊണ്ടുവെക്കുന്ന പരിപാടിയല്ല. ഹലോ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാത്ത ഞരമ്പ് ഉണ്ടായെന്ന് നീ ഇന്ന് പകൽ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിർജീവമായ ഞരമ്പുകളെ, ഇല്ലാത്ത ഞരമ്പിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവശക്തി ഈ വചനത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. എന്തില്ലെന്ന് ലോകം പറഞ്ഞോ അത് നിന്നിൽ സൃഷ്ടിക്കാൻ വചനത്തിന് കഴിയും. ഞരമ്പുകൾ ഉണ്ടായി വന്നൊരു സ്വതന്ത്രം പറഞ്ഞേ. ഇന്ന് പോയി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കാമോ? ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന്റെ വാൽവിന് 3 ബ്ലോക്ക് ഉണ്ട്, അത് ഒന്ന് 90 ഒന്ന് 100. ഉടനെ നിനക്ക് ആൻജിയോഗ്രാം ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം, ബൈപ്പാസ് ചെയ്യണം, സ്റ്റെന്റ് ഇടണം എന്ന് പറയുമ്പോൾ കാശുള്ളതുകൊണ്ട് പോയി ഉടനെ സ്റ്റെന്റ് ഇടില്ല. നീ വചനത്തിൽ ആദ്യം വിശ്വസിക്കണം. താഴ്വരെ കിടക്കുന്ന അസ്ഥിക്ക് ഞരമ്പ് വെക്കാൻ അറിയാമെങ്കിൽ നിന്നെ സേവിക്കുന്ന എനിക്കൊരു ഞരമ്പ് തരാൻ നിന്നെ കൊണ്ട് കഴിയുമെന്ന് ഈ പകൽ വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവര് മാത്രം കരമടിച്ച് നിർജീവത്വങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു ദൈവകരം ഇവിടെയുണ്ട്. നിനക്ക് ജീവൻ കിട്ടുവാൻ. ഹല്ലേലൂയ. അപ്പൊ ഈ തൊടലെ അല്പം തൊലി ചരണ്ടിയെടുത്ത് ആ തൊടയെ വെച്ചെന്നല്ല, ഇവിടുത്തെ മാംസം എടുത്ത് അവിടെ വെച്ചെന്നല്ല. അവൻ നോക്കി നിൽക്കുമ്പോൾ ഞരമ്പ് വെച്ച ആ സ്കെൽറ്റന്റെ മേൽ മാംസം വന്നു പൊതിഞ്ഞു. എന്റെ കൂടെ ആണോ? യെഹെസ്കേൽ കൈകൊണ്ടൊന്നും ചെയ്തില്ല. യെഹെസ്കേൽ ഞാൻ ഈ പറഞ്ഞതിനോട് വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അസ്ഥി യോജിക്കുന്നു, മീതെ ഞരമ്പ് വരുന്നു, പുറമെ മാംസം പൊതിയുന്നു, നോക്കി നിൽക്കുമ്പോൾ ത്വക്ക് അതിന്റെ മീതെ വരുന്നു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് പകൽക്കാലം ഇല്ലാത്തതെന്തോ അറുത്ത് മുടിച്ച് മോഷ്ടിച്ച് പിശാച് തകർത്തതിനെയെല്ലാം ഒരു നിമിഷം കൊണ്ട് ജീവിപ്പിക്കാൻ കഴിയുന്ന, ഓ, വിശ്വസിക്കുന്നവര് മാത്രം അക്കരം ഒന്ന് ചേർത്തടിച്ച് നിർജീവമായി പോയ ചില മേഖലകളെ ഷേപ്പ്ലെസ്സായി കിടന്ന വസ്തുക്കൾ വചനം പറഞ്ഞപ്പോൾ ഷേപ്പുള്ള ബോഡിയായി. നിന്റെ കുടുംബം, നിന്റെ തലമുറ, നിന്റെ ഭൗതിക നന്മകൾ പിശാച് ഷേപ്പ്ലെസ് ആക്കിയിട്ടേക്കുകയാണെങ്കിൽ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഷേപ്പ് ആകത്തില്ലെന്ന് പറയുന്നതിനെ ഇന്ന് പകൽ ഷേപ്പാക്കി മാറ്റാൻ, ഷേപ്പുള്ളൊരു ബോഡിയാക്കി മാറ്റാൻ ഒരു പണി ചെയ്യാൻ കഴിയുന്ന ദൈവം ഇവിടെയുണ്ട്. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ എല്ലാം പ്രവാചകൻ ചുറ്റി ചുറ്റി വചനം പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് ഉണ്ടായി, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലിവർ ഉണ്ടായി, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലെഗ്സ് ഉണ്ടായി. ഹലോ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അകത്ത് കിഡ്നി, പാങ്ക്രിയാസ്, ഹലോ, എല്ലാം ഉണ്ടായി വരിക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊന്നും മനുഷ്യന്റെ കൈ വേണ്ട. ആത്മാവിൽ വചനം പറഞ്ഞപ്പോൾ വചനത്തിന്റെ ശക്തിയാൽ ഇന്നലകളിൽ പിശാച് എന്തെല്ലാം എടുത്തു മാറ്റിയോ അതെല്ലാം തിരിച്ചു വരികയാണ്. ഈ സഭായോഗത്തിൽ ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു,
ഇല്ലാതെ പോയത്, ചെതറിപ്പോയത്, ശത്രു അപകരിച്ചത്, ഇന്ന് മുതൽ തിരിച്ചു വരും, തിരിച്ചു വരും, തിരിച്ചു വരും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇപ്പോൾ ഷേപ്പുള്ള ബോഡിയായി, പക്ഷെ അകത്തെന്തോ ഇല്ല, ജീവനില്ല. ബാക്കിയെല്ലായി. വചനം ഷേപ്പ്ലെസ് ആയതിനെ ഷേപ്പാക്കുന്നു. പറഞ്ഞേ. പക്ഷെ ജീവൻ കിട്ടണമെങ്കിൽ കർത്താവ് പറഞ്ഞു, ഇനിയും പ്രവാചക പ്രസംഗം നിർത്തിയാല് കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. പ്രവാചകൻ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ 4 ഭാഗത്തുനിന്ന് ഒരു കാറ്റിനോട്ട് വന്ന നിഗതന്മാരുടെ മേൽ ഊതി. ഒരു സ്വത്രം പറഞ്ഞേ. ആ കാറ്റടിച്ചപ്പോൾ അവർ സൈന്യമായിട്ട് എഴുന്നേറ്റു. ഹല്ലേലൂയ. ആത്മാവ് ജീവിപ്പിക്കുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ. രക്തത്താലേ ജയം, രക്തത്താലേ ജയം. ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്താ 63-ാമത്തെ വാക്യം വായിച്ചേ? 6:60 എന്താ വായിച്ചത്? 6:63 യോഹന്നാൻ. ജീവിപ്പിക്കുന്നത്. വചനം ഷേപ്പ് വരുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? പ്രമാണിയുടെ ചോദ്യം, ഞാൻ എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടത്? ഉത്തരം, യേശുവിൽ വിശ്വസിക്കുക. ഉത്തരം, വചനത്തിൽ ആശ്രയിക്കുക. ഉത്തരം, ആത്മാവിനെ പ്രാപിക്കുക. ആത്മാവ് വന്നപ്പോൾ ഇവരൊരു സൈന്യമായിട്ട് എഴുന്നേറ്റു. ഈ സഭ ഒരു സൈന്യമാകണം. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തിയോട് എതിർക്കാൻ കഴിയുന്ന ആത്മാവിന്റെ സർവായുധവർഗം ധരിച്ച ഒരു സൈന്യമായി ഈ സഭ മാറണം. വിശ്വസിക്കുന്നവര് ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഒരു സൈന്യത്തെ പോലെ എഴുന്നേറ്റ് നിൽക്കുവാൻ. 6:40 വായിച്ചേ. 6:40. വായിര്. നോക്കുന്നവൻ നിത്യജീവൻ, വിശ്വസിക്കുന്നവൻ നിത്യജീവൻ, വചനത്തിൽ ആശ്രയം നിത്യജീവൻ, ആത്മാവ് ജീവിപ്പിക്കുന്നു. പുത്രനെ നോക്കുന്നവന്, ഒന്ന് പറഞ്ഞെല്ലാരും, പുത്രനെ നോക്കുന്നവന്. 3 പേർ ഒരുമിച്ച് ക്രൂശിക്കപ്പെട്ടു. 2 ദുഷ്പ്രവർത്തിക്കാരും നടുവിൽ യേശു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട ക്രൂശിനോട് ചേർന്ന് കിടക്കുന്ന ഒരുത്തൻ, ഇടത്തോ വലത്തോ ഒരുത്തൻ, ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന സമശിക്ഷാവിധിയിൽ കിടക്കുന്ന യേശുവിനെ ദൂഷിക്കുകയാണ്. നീ നിന്നെ അങ്ങ് രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെ കൂടെ അങ്ങ് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ദൂഷിക്കുക. അപ്പോൾ ഒരു കള്ളൻ അവനെ വഴക്കു പറഞ്ഞു. എടാ, ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ദൈവഭയമില്ലേ? ഹലോ, ഇത് പാസ് പറഞ്ഞ കാര്യമല്ല. ക്രൂശ കിടക്കുന്ന കള്ളൻ ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ആയില്ലടാ, ക്രൂശേ വരെ കയറിയില്ലേ? ഹലോ, നമ്മുടെ നാടൻ ഭാഷയിലടാ, ക്രൂശേ വരെ കയറിയില്ലേ? എന്നിട്ട് നിനക്ക് ദൈവഭയം ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവഭയമുള്ള എത്ര പേരുണ്ട്? കള്ളൻ ചോദിക്കണം, എടാ നിനക്കിപ്പോഴും ദൈവഭയമില്ലേ? 2, എടാ നമ്മൾ ചെയ്ത കുറ്റത്തിന് ന്യായമായ ശിക്ഷയാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഒരു കുറ്റക്കാരൻ ശിക്ഷ കറക്റ്റാന്ന് പറഞ്ഞത് ഇവനാ. പ്രൈസ് ദി ലോർഡ്. അവനെ ക്രൂശേ കയറ്റി കൊല്ലാൻ വിധിച്ചേക്കുക. അവൻ പറയാണ് ന്യായമായ ശിക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. 3, അടുത്ത് കിടക്കുന്നവൻ കുറ്റക്കാരനല്ലെന്ന് അവന് ബോധ്യപ്പെട്ടു. നാമോ ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തില്ല. നോക്കുക, പുത്രനെ നോക്കുക.
പുത്രനെ നോക്കുന്നവൻ എന്തുകൊണ്ട്? നിത്യജീവൻ. എൻ്റെ കൂടാണോ നിങ്ങള്? ഹല്ലേലൂയ. അവൻ നിത്യജീവൻ പ്രാപിക്കാൻ ആരെ നോക്കി? പുത്രനെ നോക്കി. നോക്കിയിട്ട് അവന് മനസ്സിലായി, എൻ്റെ ദേഹത്തെ മാത്രമേ ക്രൂശിച്ചു കൊല്ലാൻ റോമൻ ഗവൺമെന്റിന് കഴിയത്തുള്ളൂ. ഹേരോദാവിന്റെ പട്ടാളത്തിന്, പീലാത്തോസിന്റെ പട്ടാളത്തിന് എന്നെ ക്രൂശേ കയറ്റി ദേഹത്തെ കൊല്ലാൻ കഴിയും. പക്ഷെ എന്റെ അടുക്ക് കിടക്കുന്നവൻ ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിവുള്ളവനാ. നല്ല സ്വത്രം പറയണം. ഇന്ന് പലക്കാലം യേശു ആരാധന അറിയണം. എന്റെ കൂടെ കിടക്കുന്ന കൂട്ടുപ്രതി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെങ്കിലും അവൻ ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അവൻ ഒറ്റ വിളി. പ്രൈസ് ദി ലോർഡ്. എന്റെ ചിന്ത ഏറ്റവും ആദ്യം ലഘുലേഖ വായിച്ച് രക്ഷിക്കപ്പെട്ട ഈ കള്ളനാ. 2 പ്രതികളുടെ മണ്ടയ്ക്ക് എഴുതിയേക്കുന്നത് ഇവർ ദുഷ്പ്രവർത്തിക്കാർ. പക്ഷെ യേശുവിന്റെ കുറ്റസംഗതി ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഒരല്ലേ പറഞ്ഞേ? ആ ഒറ്റ വാക്ക് അവൻ വായിച്ചിട്ട് പറഞ്ഞു, നീ രാജാവാകും, നീ രാജാവാകും. അന്ന് എന്നെ ഒന്ന് ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. പുത്രനെ നോക്കി പുത്രന്റെ രാജത്വത്തെ വിശ്വസിച്ച് അവൻ പുത്രനിൽ ആശ്രയിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇന്ന്, ഓ ഹല്ലേലൂയ, റൈറ്റ് നൗ, ഒരല്ലേ പറഞ്ഞേ, ഇപ്പോൾ, ഇന്ന് നീ എന്റെ കൂടെ പർദീസിലിരിക്കും. നോക്കുന്നവന് നിത്യജീവൻ, വിശ്വസിക്കുന്നവന് മാത്രം അല്ല, വിശ്വസിക്കുന്നവൻ നിത്യജീവൻ, വചനത്തിൽ ആശ്രയം നിത്യജീവൻ, ആത്മാവുള്ളവന് നിത്യജീവൻ. ഇതാ നോക്കി രക്ഷ പ്രാപിക്കുക. ഇന്ന് രാവിലെ പുത്രനെ നോക്കി ഒന്ന് രക്ഷ പ്രാപിപ്പാൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമി വഴിയായി യാത്ര ചെയ്തു വരുമ്പോൾ എന്നോ കൊടുത്താലും തൃപ്തിയില്ലാത്ത മത്സരികളായ ഇവര് മോശയ്ക്കും അഹരോനും ദൈവത്തിനും വിരോധമായി പിറുപിറുത്തപ്പോൾ ദൈവം തന്റെ കോപത്തിൽ അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പങ്ങൾ പാഞ്ഞു വന്ന് ഇവന്മാരെ കൊത്തിയവനെല്ലാം തൽക്ഷണം മരിച്ചു വീണു. മരണവീട്ടിൽ വലിയ നിലവിളികൾ ഉയർന്നു. 1000 ചത്തു വീഴുമ്പോൾ മോശ പറഞ്ഞു, ദൈവമേ ക്ഷമിക്കണം, ഒരു പരിഹാരം ഉണ്ടാക്കണം. ദൈവം പറഞ്ഞു, നീ ഒരു കമ്പെടുത്ത് നാട്ടി അതൊരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി തൂക്ക്. അത് നോക്കുന്നവനെല്ലാം എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി നാട്ടി പാമ്പ് കടിച്ച് വിഷം കടിച്ച് ആകാൻ ഓടുന്നവനൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അവൻ മരിക്കാതെ രക്ഷ പ്രാപിച്ച അർത്ഥം അഗ്നിസർപ്പത്തിന്റെ വിഷം പിച്ചള സർപ്പം വലിച്ചെടുത്തു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അത് സംഭവിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ ഉയർത്തപ്പെട്ട യേശുവിനെ നോക്കിയാൽ, മനുഷ്യവർഗത്തിന്റെ പാപം പേറിക്കൊണ്ട് കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച യേശുവിനെ നോക്കിയാൽ നോക്കുന്നവന് നിത്യജീവനുണ്ട്. ഉറപ്പുള്ളവർ മാത്രമേ രാവിലെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. പുത്രനെ നോക്കുന്നവൻ നിത്യജീവനുണ്ട്. അതുകൊണ്ട് ആ ഭക്തൻ പറഞ്ഞ്, ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയരുളും. ഇന്ന് രാവിലെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്താൻ, അവങ്കിലേക്ക് നോക്കിയവർ പറഞ്ഞേ, ഉറക്കെന്ന് പറഞ്ഞേ, അതെങ്കിലും അല്പം പ്രകാശത്തോടൊന്ന് പറഞ്ഞേ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖമോ ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും നാളെ ലജ്ജിക്കേണ്ടി വരും. ലജ്ജിക്കാതിരിക്കാൻ നോക്കാൻ കൊള്ളാവുന്ന ഒരിടമുണ്ടെങ്കിൽ അത് യേശുവിന്റെ പൊന്മുഖമാണ്. ഈ രാവിലെ എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവർക്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി. ചോദ്യം, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാന്? ഉത്തരം 12:50, യോഹന്നാൻ 12:50. ശ്രദ്ധിച്ചേ, അവന്റെ കൽപ്പന പ്രമാണിക്കുന്നവൻ നിത്യജീവനുണ്ട്. എന്നെ നോക്കണേ, നമ്മൾ ശാന്തമായിട്ട് പോവാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഒക്കെ പ്രയാസം കൊണ്ടാണ് എനിക്കറിയാം കണ്ണടച്ചിരിക്കുന്നത്.
ചിലരെ എനിക്ക് വേണ്ടി ധ്യാനിക്കുക. ഞാൻ ധ്യാനിച്ചേച്ച് വന്ന വചന. അതുകൊണ്ട് എന്നെ മെസ്സേജ് ശരിയാവാൻ വേണ്ടി കണ്ണടച്ചാരും ധ്യാനിക്കരുത്. ഒരല്ലേ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ രാത്രി 1 മണിക്കാണ് വീട്ടിൽ വന്നത്. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. 5:30 ഞാൻ റെഡിയായി. 6 മണിക്ക് പ്രസംഗം തുടങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കിതുവരെ ഒരു ക്ഷീണവും ഇല്ല. ഷുഗറുണ്ട്, പ്രഷറൊക്കെ ഉണ്ട്. പിന്നെ ഈ തൊണ്ട ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയ്ക്ക് ഓരോ സഭയിൽ ഓരോ സൈസ് പോരാട്ടം ഉണ്ടല്ലോ. അതെല്ലാം വെട്ടി നിർത്തിയാണ് വരുന്നത്. അതിൻ്റെയൊക്കെ ക്ഷീണമുണ്ടല്ലോ. പക്ഷേ എനിക്ക് യാതൊരു ക്ഷീണവും ഇല്ല. ഒരല്ലേ പറഞ്ഞേ. നിങ്ങൾ രാവിലെ 9 വരെ ഉറങ്ങിയിട്ട് ഇവിടെ വന്ന പുള്ളികളും പിന്നീട് ഉറങ്ങുക. പിന്നെ ഞാൻ വഴക്ക് പറയാത്തത് സമാനത്തോട് ഉറങ്ങുന്നതിൽ ഉറങ്ങിക്കോട്ട് കൂർക്കം വലിക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ. ഒരു ഡിസ്റ്റർബൻസ് വരുത്താതിരുന്നാൽ മതി. ഒരല്ലേ പറഞ്ഞേ. കൈ ഉയർത്തി, ശബ്ദം ഉയർത്തി, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കൽപ്പന പ്രമാണിക്കുന്നവന് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, നിങ്ങൾ പറ, കള്ള ഞാൻ പിടിച്ചെന്നൊന്നും പറയല്ല. എന്നെ സ്നേഹിക്കുന്നെന്ന് പറയുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താ ദൈവത്തിന്റെ കൽപ്പന? പെന്തക്കോസ്ത് നാളിൽ അഭിഷിക്തരായ ദൈവദാസന്മാരുടെ നടുവിൽ 11 പേരോടുകൂടെ ഒരുവൻ എഴുന്നേറ്റ് നിന്നു. പുരുഷാരം ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. ഒന്നാമത്തെ കൽപ്പന, ഓരോരുത്തൻ പറഞ്ഞേ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവന്റെ പാപങ്ങൾ മോചിച്ചു കിട്ടേണ്ടതിന് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷക്തന്മാരുടെ കൈ കീഴെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. കൽപ്പനയാ. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ടവൻ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കാത്തിരിക്കണം. വിളിച്ചു വരുത്തുന്ന ഏവനും സ്വർഗ്ഗം ദാനമായി തരുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഒരല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ട നീ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിന്ന് വേർപെടണം. സ്വതന്ത്രം പറഞ്ഞില്ല എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൽപ്പനയാണ് നീ വേർപെട്ട ദൈവത്തെ ആരാധിക്കണം. കാരണം നീ വിശുദ്ധന്മാരുടെ ഗണത്തിലായി. നിന്റെ പാപം ക്ഷമിച്ചു, നിന്റെ ശാപം മാറ്റി, നിന്റെ രോഗം നീക്കി, നിന്നെ രക്തം കൊണ്ട് കഴുകി, നീ രക്ഷിക്കപ്പെട്ടു, നീ സ്നാനപ്പെട്ടു, നീ അഭിഷേകം പ്രാപിച്ചു. ഇനി ലോക മനുഷ്യനോട് ഇണയില്ലാപ്പണ കൂടരുത്. നീ പൂർണ്ണമായ വേർപാട് പാലിക്കണം. ഒരല്ലേ പറഞ്ഞേ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വേർപെട്ടവന്റെ മേൽ വെളിപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തെ ദൈവം പണിയും. വിശ്വാസമുള്ളവന് മാത്രമേ കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ. വേർപെട്ടവൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. വേർപെട്ടവൻ വിശുദ്ധരുമായി കൂട്ടായ്മ ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മ ആചരിക്കുന്നവൻ അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കണം. കൽപ്പനയാ. കൽപ്പനയാ. എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെ കൽപ്പന പ്രമാണിച്ചിട്ടില്ലെങ്കിൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിത്യജീവൻ കിട്ടാൻ നീ കൽപ്പന പ്രമാണിക്കണം. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ വില വലുതാണ്. ഇത്ര വലിയ രക്ഷ നീ ഗണ്യമാക്കാതെ പോകരുത്. രക്ഷ വലുതായത്, ശിക്ഷ വലുതായത് കൊണ്ടാണ്. ആർക്കും വിടിവിപ്പാൻ കഴിയാത്ത നിത്യ നരകത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് പുത്രന്റെ രാജ്യത്തിലെ അവകാശിയാക്കുവാൻ പിതാവ് പുത്രനെ കാൽവറിയിൽ തകർത്ത്
അവന്റെ രക്തമൊഴുക്കി തന്ന് നിനക്ക് വീണ്ടെടുപ്പൊരുക്കിയ രക്ഷ വലിയതാ. ഇന്ന് പകൽക്കാലം ആ വലിയ രക്ഷ അനുഭവിക്കുന്നവരെല്ലാം കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. രക്ഷയുടെ വില വലുതാ. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടുന്നത് പെന്തിക്കോസിലെ ആളിനെ കൂട്ടാൻ തെറ്റിദ്ധരിക്കരുത്. കൽപ്പന അനുസരിക്കുക, കൽപ്പന അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത കാലത്ത് ഒരു കൊച്ച് +2 പാസ്സായി വെച്ച് ബാംഗ്ലൂരിലെങ്ങാണ്ട് നേഴ്സിംഗ് പഠിക്കാൻ പോവാ. ഉടനെ എൻ്റെ അമ്മ വന്ന് പറഞ്ഞു, പാസ്റ്ററെ കൊച്ചിനെ സ്നാനപ്പെടുന്നതിന് അവൾ ബാംഗ്ലൂരിൽ പോവാന്ന് പറഞ്ഞു. ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്, അവൾ എന്ത് ചെയ്യണം? അപ്പോൾ ആ പാസ് എടുക്കണം. പുള്ളി പറഞ്ഞു, ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടിയാണെങ്കിൽ കല്ലട ബസ് ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടി സ്നാനപ്പെടുകയൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൊച്ചിനെ അമ്മ പഠിപ്പിച്ചിരുന്ന ബാംഗ്ലൂരിൽ പോകണം എന്ത് ചെയ്യണം? സ്നാനപ്പെടുന്ന ബാംഗ്ലൂരിൽ പോകാനല്ല, നിത്യതേ പാനാ. ഹല്ലേലൂയ. നല്ല സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ സ്നാനപ്പെട്ടത് എവിടെ പാനാ? പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന രക്ഷ എന്താന്ന് തലമുറയ്ക്ക് നീ പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ വെളിപ്പെട്ട ദൈവകൃപയുടെ ആ പ്രകാശം തലമുറയിലേക്ക് നീ പകരണം. നിന്റെ തലമുറയിലൂടെ ദൈവമഹത്വം കൂടാരത്തിൽ വെളിപ്പെടണം. എത്ര പേർക്ക് അക്കാര്യത്തിൽ സന്തോഷമുണ്ട്? ഞാൻ വേഗം നിർത്താം. റോമാലേഖനം 6-ാം അധ്യായം 22-23 വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കി, എന്തോ ഒരു ഭയങ്കര വാക്യ. 1 മണിക്കൂർ പ്രസംഗിച്ചാൽ തീരത്തില്ല. ആ വാക്യം ദേവദാസൻ ഒന്നുകൂടെ വായിച്ചേ. ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന്റെ മക്കളായി തീർന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം ഒന്ന് വിശുദ്ധീകരണം, അതിന്റെ അന്ത്യം അല്ലല്ലേ പറഞ്ഞേ. നോക്കി, എത്ര ഗൗരവമായിട്ടാ പൗലോസ് പറയുന്നത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച നിങ്ങൾക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണം, അതിന്റെ അന്ത്യം നിത്യജീവൻ. അപ്പൊ നമുക്കിതിനൊരു എൻഡുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നിത്യജീവനാ. പ്രൈസ് ദി ലോർഡ്. മരണത്താൽ മറയാത്ത ഒരു സ്നേഹം പുത്രനിൽ കൂടെ പിതാവ് നമുക്ക് തന്നത്. നമ്മളൊക്കെ മരിച്ച് മൺമറഞ്ഞ് ഈ പൊടിയോട് ചേരും. പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. പക്ഷെ ആത്മാവ് അയച്ചവങ്ങളിലേക്ക് പോകും. നാട്ടിൽ കൊണ്ട് അടക്കാൻ വയ്യാതെ കോവിഡായപ്പോൾ വലിയ JCB വന്നും വെച്ച മരുഭൂമിയിൽ വലിയ പാത്തികോരി 10 അടി 20 അടി താഴ്ചയുള്ള വലിയ കനാല് പോലെ തൊടാൻ വയ്യാത്തോണ്ട് പ്ലാസ്റ്റിക് കൂട്ടിക്കയറ്റി സിപ്പിട്ടു. എന്നിട്ട് ലോറിയുടെ പുറകുവശം പൊക്കി എല്ലാം കൂടെ കുയിലോട്ടിട്ടു. അടുത്ത JCB വന്നിട്ട് മണ്ണിട്ട് മൂടി. 10, 100, 300, 500 ശവം ഒന്നിച്ചടക്കി. നിങ്ങൾ അറിഞ്ഞായിരുന്നു? പ്രൈസ് ദി ലോർഡ്. വിഷമിക്കണ്ട, കാഹളം ധ്വനിക്കും. അതിനിടയ്ക്കൂന്ന് 500, 1000 അടക്കിയതിന്റെ ഇടയ്ക്കൂന്ന് രക്ഷിക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേൽക്കും. എത്ര അടി താഴ്ച JCB മാന്തി മണ്ണിട്ടതായാലും ഏത് പ്ലാസ്റ്റിക് കൂട്ടി സിപ്പിട്ടതായാലും നീ പേടിക്കണ്ട. അതിനകത്ത് രക്ഷിക്കപ്പെട്ടവനുണ്ടെങ്കിൽ, കൽപ്പന പ്രമാണിച്ചവനുണ്ടെങ്കിൽ, സന്തോഷമുള്ളവരെ കരമടിക്കാവുള്ളൂ. കൽപ്പന പ്രമാണിച്ചവൻ മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കും. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവന് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം, അതിന്റെ അന്ത്യം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊരു നിത്യജീവൻ കിട്ടും. എൻ്റെ കർത്താവിനോടുകൂടെ യുഗായുഗങ്ങൾ ഞാൻ വാഴും എന്നുറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ.
താൽക്കാലികമായി ഇവിടുത്തെ എന്തിലെങ്കിലും നിന്റെ ആശ്രയം പോകരുത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാനെല്ലാം ചവറന്നുകയാണ്. എനിക്കെൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ഒന്ന് ഏകീഭവിക്കണം. അവൻ്റെ മരണത്തോട് എനിക്കൊന്ന് അനുരൂപപ്പെടണം. ഹോ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവനിൽ അങ്ങിരിക്കണം. എനിക്ക് അവനെ ഒന്നുകൂടെ അറിയണം. തീർന്നില്ല, വല്ല വിധേനയും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം പ്രാപിക്കണം. ഇന്ന് പകൽ പുനരുത്ഥാനം കൂടി എത്ര പേരുണ്ട്? വല്ല വിധേനയും എന്റെ പ്രിയ സഹോദരങ്ങളെ, വല്ല വിധേനയും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ചൊരു നിമിഷം ഹല്ലേലൂയ. അതുകൊണ്ടാ ശിഷ്യന്മാരും ആൾക്കാരും ഒക്കെ പോകുന്നത് കണ്ടുകൊണ്ട് പത്രോസ് പറഞ്ഞ, കർത്താവേ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ ആളെല്ലാം കൂടെ ഇറങ്ങിപ്പോ, അതുകൊണ്ട് എല്ലാവരും പോകുന്നു പറഞ്ഞു. യേശു പറഞ്ഞു, നിനക്കും പാ, ഞാൻ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല, എല്ലാവരും പോകണം, നീയും കൂടെ പൊക്കോളാൻ പറഞ്ഞു. ഉടനെ പത്രോസ് പറഞ്ഞു, പോകാനോ? നിത്യജീവന്റെ മൊഴികൾ ഒന്ന് പറഞ്ഞേ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടേച്ച് ഞാൻ എവിടെ പോകും? ഒരു സ്തോത്രം പറയണം. പത്രോസ് യേശുവിനെ അനുഗമിച്ചത് മീൻകൂട്ടം കണ്ടുകൊണ്ടല്ല. പത്രോസ് അനുഗമിച്ചത് യേശുവിൽ നിത്യജീവനുണ്ട്. ഇന്ന് രാവിലെ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്റെ യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് ആർക്കും എടുത്ത് അപഹരിക്കാൻ കഴിയാത്ത ഒരു നിത്യജീവൻ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരം ആത്മാവിനൊന്ന് ചേർത്തടിച്ച് അഭിഷേകത്തോടെ ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഓ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിത്യജീവമൊഴികൾ നിന്നെ വിട്ടിട്ടടി, ഓ നിന്നെ ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള, നീയല്ലാതില്ല ഭൂവിൽ. ഓ കരമൊന്നടിച്ച്, ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള കാൽവരി മലമുകളേറി, നീ ഞങ്ങൾക്കായി കാൽവരി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ കാൽകരം. ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ജുഡബലവശിയ, നീ അല്ലാതില്ല ഭൂവിൽ, നീ അല്ല. ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ശത്രുവിനഗ്നിയസ്ത്രം, ശക്തിയോടെ എതിർക്കുന്ന ശത്രുവിനഗ്നിയസ്ത്രം, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ച്. ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള നീയല്ലോ, നീയല്ലോ ഞങ്ങൾക്കുള്ള ജനകനുടെ ബലമർന്നു നീ ഞങ്ങൾക്കായി, ജനകനുടെ ബലമർന്നു നീ ഞങ്ങൾക്കായി. പക്ഷപാതം ചെയ്തു ജീവിച്ചിടും ഓ ദിനം പ്രതി, ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ഗ്ലോറി, ഗ്ലോറി.
Ramanabal Shamdera, Vaida, Ramane, Regal Kanadana, Arthur Kamanabal Shamdel Pramanadana, Digara Baba Shaida, Radha Kamana Vashasia, Alpanimishamania Pasha, Abhishegatone, oh Karanga Cherta, Chalmavil, Yunavarabash. Diramanadura Vaida, Garabalam, Pramanabaraushe, Sadare, Tigane. Hallelujah. Oh Jesus. 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 Nitya Jeevan. Nitya Jeevan. Nitya Jeevan. ആർക്കും അപരിക്കാൻ കഴിയാത്ത നിത്യ ജീവൻ ഈ ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. രക്തം ചെയ്യാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനം ഒന്ന് എഴുന്നേൽക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധാനം എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങൾ രണ്ടും ഉയർന്നിരിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ദാസന്മാരെയും ഈ സഭയെയും യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അടിയന്റെ മേൽ അങ്ങ് പകർന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ ആത്മനിയോഗത്തോടെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമായി മാറട്ടെ. അത്ഭുതങ്ങൾ കൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ. നിർജീവത്വങ്ങളെല്ലാം മാറട്ടെ. നിത്യജീവന്റെ ശക്തി എല്ലാവരിലും വ്യാപരിക്കട്ടെ. ഈ സഭയെ യേശുവിൻ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ. ശക്തിയോടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഇരിക്കുമല്ലോ.